വിവിധ വകുപ്പുകളിൽ നിന്നായി 16,000 സർക്കാർ ജീവനക്കാർ ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കും. പകുതിയും സ്കൂൾ അധ്യാപകരാണ്. സെക്രട്ടേറിയറ്റിൽ നിന്ന് 5 സ്പെഷ്യൽ സെക്രട്ടറിമാരടക്കം 150 പേരാണ് വിരമിക്കുന്നത്. 800ഓളം പേർ പോലീസിൽ നിന്നും പടിയിറങ്ങും. എം ജി മിഥുൻ ചേർന്നു. മിഥുൻ, നിരവധി ആളുകളാണ് ഈ ഒരു ദിവസം വിരമിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടി കടന്നുപോകുന്ന സാഹചര്യത്തിൽ ഇത്രയധികം ആളുകൾ സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ അവർക്കുള്ള ആനുകൂല്യങ്ങൾ കൃത്യമായി നൽകേണ്ടതുണ്ട്. ഇതിനൊക്കെ ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി തടസ്സമാകുമോ? എന്താണ് വിവരങ്ങൾ? ഭവ്യ, ഏകദേശം 16,000-ഓളം ജീവനക്കാരാണ് ഇന്ന് കൂട്ടത്തോടെ പടിയിറങ്ങുന്നത്. ഇത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി തന്നെയാണ് ഉണ്ടാക്കിയിരുന്നത്. കാരണം ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കടന്നുപോകുന്നത്. ഈ ഒരു കൂട്ട സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഈ ഒരു നടപടി, അതിൽ നിന്ന് ഏകദേശം 9,000 മുതൽ 10,000 കോടിയോളം രൂപ ഇവർക്ക് മറ്റ് ആനുകൂല്യങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് നൽകേണ്ടി വരും. അത് കടുത്ത പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് നീങ്ങിയത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ച കടാശ്വാസ പദ്ധതിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള തുക അത് ഇതിനുവേണ്ടി വകമാറ്റാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുകയും ചെയ്യും. അത്തരത്തിലൊരു പ്രതിസന്ധി എന്തായാലും ഉണ്ടാകില്ല എങ്കിൽ പോലും തന്നെ നിലവിൽ നമുക്കറിയാം, കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് സംസ്ഥാനം നേരിടുന്ന ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ അടിസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ മാസം കൂടി ഓവർഡ്രാഫ്റ്റാണ് ഈ ഒരു കടമെടുപ്പ് ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് ഈ ഒരു തുക വകമാറ്റുന്നതിലൂടെ വരും മാസങ്ങളിലും സംസ്ഥാന സർക്കാരിന് കൂടുതൽ പ്രതിസന്ധി നേരിടേണ്ടി വരും. കൂടാതെ തന്നെ ബജറ്റിൽ പ്രഖ്യാപിച്ചതുപോലെ തന്നെ നിരവധി പദ്ധതികൾക്ക് പണം നൽകിയിട്ടില്ല. കൂടാതെ തന്നെ ഈ മാസം മുതൽ തന്നെ പെൻഷൻ വിതരണം തുടങ്ങുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അത് ഇതുവരെയും നൽകാനോ അല്ലെങ്കിൽ വിതരണം ചെയ്യാനോ സാധിക്കാത്ത ഒരു പശ്ചാത്തലമുണ്ട്. അതിനുവേണ്ടിയുള്ള പണം കണ്ടെത്തേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു ബജറ്റിൽ പ്രഖ്യാപിച്ച ഈ നടപടികൾ തുടങ്ങിയിട്ടില്ല എങ്കിൽ പോലും തന്നെ ഈ കൂട്ട വിരമിക്കൽ പല ജീവനക്കാരും ട്രഷറിയിൽ തന്നെ പണം നിക്ഷേപിക്കാൻ തയ്യാറാണ് എന്നുള്ളത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ്. കൂടാതെ തന്നെ ഇവരാരും തന്നെ ഉടനടി തന്നെ ഈ പണം പിൻവലിക്കില്ല എന്നുള്ള ഒരു ആശ്വാസകരമായ വാർത്തയും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ നേട്ടമായി തന്നെ കരുതുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ പേർ ഈ വിരമിക്കുന്ന അധ്യാപക തസ്തികയിൽ നിന്നാണ്. പക്ഷേ ഉടനടി തന്നെ ഈ ഒരു തസ്തികയിലേക്ക് ഉടനടി തന്നെ ആളുകളെ എടുക്കുന്നതിന്റെ നടപടിയിലേക്ക് കടക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കൂടി സംസ്ഥാന സർക്കാർ എത്തിക്കുന്നുണ്ട്. കൂടാതെ പെൻഷൻ പ്രായമടക്കം വർദ്ധിപ്പിക്കുക, അത് ഉയർത്തുക എന്നുള്ളൊരു ലക്ഷ്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭ്യൂഹം നേരത്തെ തന്നെ ഉയർന്നു വരികയും ചെയ്യുന്നു. ഈ ഒരു തവണയെങ്കിലും അത്തരത്തിലുള്ള ഒരു ലക്ഷ്യം സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുമെന്ന് കരുതിയെങ്കിൽ പോലും തന്നെ യുവാക്കളുടെയും ഒപ്പം തന്നെ യുവജനങ്ങളുടെയും ഒക്കെ ഒരു പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് ഇത്തവണയും അത് സ്റ്റോപ്പ് ചെയ്തതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടക്കാതിരിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും 9,000-ലധികം കോടിയോളം രൂപയാണ് ഈ ഒരു 16,000-ലധികം ജീവനക്കാർ ഒരുമിച്ച് സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഒരു നടപടിയിലൂടെ സംസ്ഥാന സർക്കാരിന് ഉണ്ടാകുന്നത്. എന്തായാലും വരും മാസങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് കടുത്ത പ്രതിസന്ധിയിലേക്ക് കൂടി തള്ളിവിടുന്ന എം ജി മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.